എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പതിവ് പോലെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത, ഇന്ന് രാഹുലൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു പായസം വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കേക്ക് വാങ്ങിച്ച് മുറിക്കണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് വേറെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം പായസം ഒന്ന് വെക്കാവേ. അപ്പോൾ ഞാൻ പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിയടയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അടപ്രഥമം വെച്ചതിൻ്റെ ബാക്കി അട ഇരുന്നതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ ആ വെള്ളത്തിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മൂടി വെക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാവേ. അതിന് ശേഷം ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് താഴെ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ലിറ്ററോളം പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുവാണ്. അപ്പം ചില അടയൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം. പക്ഷേ ഇത് കഴുകിയെടുക്കേണ്ട വന്നില്ല, പശയൊന്നുമില്ലായിരുന്നു. അത് കാരണം ഞാൻ കഴുകിയില്ല. ആ വെള്ളം ഊറ്റിക്കളഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആ പാൽ കിടന്ന് തന്നെ അട ഒന്നുകൂടി ഒന്ന് തിളച്ച് വെന്ത് വരണം. വെന്ത് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഞാൻ ചെറിയൊരു കണ്ടൻസ്ഡ് മിൽക്കായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. വലുത് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. ചെറുത് നേരത്തെ വാങ്ങിച്ചു പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് മൊത്തം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് തികയത്തില്ല. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മധുരം ഇപ്പം കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുവാണേ. അപ്പോൾ ആ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെ പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ പായസം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ മധുരം ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പായസം ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ട് നെയ്ക്കകത്ത് വറുത്തിടണം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇവിടെ ഇപ്പം ഒത്തിരി പായസം വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനും ചേട്ടനും രാഹുലും പിന്നെ താഴത്തെ അവർ 3 പേരും ഉള്ളല്ലോ, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളേ. അപ്പം നമ്മുടെ പായസത്തിൻ്റെ പണിയെല്ലാം തീർന്നു. നല്ല അടിപൊളി പായസമാണ്. പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ് പാലട. അതുപോലെ തന്നെ സേമിയയും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ. പാലും പഞ്ചസാരയും സേമിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 2 പായസമാണ്. അല്ലെങ്കിൽ മറ്റേ ശർക്കര പായസം വെക്കുമ്പോൾ തേങ്ങ പിഴിയാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വളരെ പെട്ടെന്ന് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. അപ്പോൾ ഇത് ഞാൻ ഉച്ച കഴിഞ്ഞാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൈകിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കേക്ക് ഒക്കെ താഴത്തെ മനീഷയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു, അവർ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തു. ഇനിയിപ്പം കട്ട് ചെയ്യാൻ പോവാണേ. ഇപ്പം കേക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണമോനുമായിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. എല്ലാവരും അതുപോലെ തന്നെയാണ്. രാഹുലാണേലും അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേക്കാണേലും ചേട്ടൻ്റെ ബർത്ത്ഡേക്കാണേലും കണ്ണനുമായിട്ട് നിന്ന് വേണം എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കണ്ണൻ പ്രശ്നം ഉണ്ടാക്കുവേ. അപ്പം കേക്ക് കട്ട് ചെയ്യുന്നു. അതിന് ശേഷം കണ്ണമ്മ വായി വെച്ച് കൊടുക്കുകയാണ്. എല്ലാ പ്രാവശ്യവും രാഹുലിന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നതാണ്. ഇപ്രാവശ്യം ഗിഫ്റ്റൊന്നും വാങ്ങിച്ച് കൊടുത്തില്ല. കാരണം എന്ത് വാങ്ങിക്കാനാണ്, പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ല. പിന്നെ അവനാവശ്യമുള്ളതൊക്കെ ഉണ്ട്, പിന്നെ എന്ത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ്. അങ്ങനെ വിചാരിച്ച് ഇപ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോ പ്രാവശ്യം ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട്.
പിന്നെ നമ്മളിവിടുന്ന് കൂടുതലും ഡ്രസ്സൊന്നും വാങ്ങാറില്ല, നാട്ടിൽ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ അത്യാവശ്യം പോലെ ടീഷർട്ടോ കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടുന്ന് വാങ്ങിക്കാറുള്ളൂ, ബാക്കിയെല്ലാം നാട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. എനിക്കുള്ളതാണേലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിന് ശേഷം ചേട്ടൻ അവന് കേക്കൊക്കെ വായി വെച്ച് കൊടുത്തു. അപ്പോൾ ചേട്ടൻ്റെ തലമുടി ഡൈ ചെയ്യാന്നതിനെ പറ്റി കമൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ചേട്ടന് വയ്യാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ചേട്ടൻ ഇടയ്ക്ക് പറയും ഒറിജിനാലിറ്റിയൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ, അതായിരിക്കും എപ്പോഴും നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ ഡൈ ചെയ്തിരിക്കാൻ ചില സാഹചര്യങ്ങളൊന്നും പറ്റാറില്ല. അപ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ കാണേണ്ടി വരും. പിന്നെ വയ്യാഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനോടൊക്കെ ചെയ്യാനൊക്കെ ഒരു മടിയല്ലേ, അതുകൊണ്ടൊക്കെയാണ്. ഇനിയൊക്കെ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ അതിന് ശേഷം ഞാനിപ്പം എന്തേണ്ട അവന് കേക്ക് വായി വെച്ച് കൊടുക്കുവാണ്. അവനും എനിക്ക് കേക്കൊക്കെ വായി വെച്ച് തന്നു. അപ്പം എപ്പോഴും അമ്മമാർക്കും അച്ഛന്മാർക്കും നമ്മുടെ മക്കളെ എപ്പോഴും കുഞ്ഞായിട്ട് തന്നെയല്ലേ തോന്നുന്നത്. അപ്പം ഞാൻ അവനൊരു ഉമ്മയൊക്കെ കൊടുത്ത് അതിന് ശേഷം തേണ്ട ലതാമ്മയാണ് വരുന്നത്, മനീഷയുടെ അമ്മയാണേ. അപ്പം അമ്മയും തേണ്ട കേക്കൊക്കെ അവന് വായി വെച്ച് കൊടുക്കുവാണ്. ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം എപ്പോഴും. കാരണം ഇതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയെങ്കിലും നമുക്ക് പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ രാഹുലാണ്, താഴത്തെ രാഹുലാണ് കേക്കൊക്കെ വായി വെച്ച് കൊടുക്കുന്നത്. പിന്നെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ കിട്ടുന്നതല്ലേ നമുക്ക് ഏറ്റവും വലുത്. ഗിഫ്റ്റിനേക്കാളൊക്കെ വലുത് എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാണല്ലോ. മുന്നോട്ടും ഇതുപോലെ തന്നെ ഇവന് ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാനും ആയുസ്സ് വരെയും കൊടുക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതാണ് ഏറ്റവും വലിയ നമ്മുടെ പ്രാർത്ഥന. പിന്നെ ഇനിയിപ്പം മനീഷയാണ് വേണ്ട കേക്ക് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മനീഷ കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ പരിപാടി ഇവിടെ തീർന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേയുടെ പരിപാടികൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.